പണ്ടൊരു കാലത്ത് വയനാട് എന്ന വനഭൂമിക ജൈനമത വിശ്വാസികളുടെയും പുരാതന ജൈനമത സംസ്കാരത്തിന്റെയും ഈറ്റില്ലമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മതങ്ങളുടെ ശ്രേണിയിൽപ്പെട്ട ജൈനമതം 2500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ വേരൂന്നിരുന്നു. 40 ലക്ഷത്തിൽ പരം അനുയായികൾ ഉണ്ടായിരുന്ന ജൈനമതം പ്രധാനമായും മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരത്തിലായത്. ജൈനമതത്തിന്റെയും അവരുടെ സംസ്കാരത്തിന്റെയും വേരുകൾ തേടിയാണ് ഇന്ന് സീനിയർ സഞ്ചാരി യാത്ര തുടങ്ങിയത്. വയനാട്ടിലെ ജൈനമത ക്ഷേത്രത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് ഒരു എത്തിനോട്ടം. കർണാടകയിൽ നിന്നാണ് ജൈനമത വിശ്വാസികൾ കബനി നദിയുടെ അരികു പിടിച്ച് പ്രകൃതിയുടെ വരദാനമായ വയനാട്ടിൽ ആദ്യമായി എത്തിച്ചേർന്നത്. AD 8-ാം നൂറ്റാണ്ട് മുതൽ വയനാട്ടിൽ ജൈനമതത്തിന്റെ കുടിയേറ്റത്തിന്റെ അലയൊലികൾ കാർഷിക മേഖലയിലും പ്രകടമായിരുന്നു. വിവിധ കൃഷിരീതികൾ അവർ നമുക്കായി വയനാട്ടിൽ പരിചയപ്പെടുത്തി. വയനാട്ടിൽ 450 കുടുംബങ്ങളിലായി 2000-ൽ താഴെ വരുന്ന ജൈനമതക്കാർ പ്രധാന ആവാസ കേന്ദ്രമായി കണ്ടത് മാനന്തവാടി, പനമരം, കൽപ്പറ്റ, അഞ്ചുകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ജൈനമതസ്ഥരായ ശ്രീ വീരേന്ദ്രകുമാർ, ശ്രേയസ് കുമാർ എന്നിങ്ങനെ അപൂർവം പേരെ മാത്രമേ കേരള ജനതയ്ക്ക് പരിചയമായിട്ടുള്ളൂ. കല്ലമ്പലങ്ങളും ജൈന ബസ്തികളും പൗരാണിക അമ്പലങ്ങളും ചേർന്നതാണ് വയനാടിന്റെ ദൈവപ്പുരകൾ. സമ്പന്നമായ സാംസ്കാരികത അടയാളപ്പെടുത്തുന്ന കാർഷിക മുന്നേറ്റത്തിന്റെയും പഴശ്ശി പോരാട്ടത്തിന്റെയും വീരഗാഥകൾ ഉറങ്ങുന്ന നാട്. ഏകദേശം 10ഓളം ജൈനക്ഷേത്രങ്ങൾ വയനാട്ടിലുണ്ട്. ഞങ്ങൾ പനമരം എന്ന സ്ഥലത്തുള്ള ജൈനക്ഷേത്രം കാണുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. വീതി കുറഞ്ഞതും കുണ്ടും കുഴിയും നിറഞ്ഞതുമായ ഗ്രാമീണ റോഡിലൂടെ കുലുങ്ങി ചാടി ഞങ്ങളുടെ വണ്ടി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മനസ്സാകട്ടെ ഗതകാല സ്മരണകളിൽ അലഞ്ഞു നടന്നു. ഇതാ പനമരത്ത് ജൈനക്ഷേത്രത്തിന്റെ പടിവാതിക്കൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഭൂതകാല പ്രൗഢിയിൽ നിറഞ്ഞു വന്നിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ നാശോന്മുഖമായ ദുരവസ്ഥ നമുക്ക് മുന്നിൽ ഗോചരമാകുന്നു. ഈ ക്ഷേത്രം ഒരു സംരക്ഷിത സ്മാരകമാണ് എന്ന് കാണിക്കുന്ന സർക്കാരിന്റെ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഏറെ പഴക്കമേറിയ ഈ ക്ഷേത്രം ഏതാണ്ട് മിക്കവാറും നശിച്ച നിലയിലാണ്. ഒരു പുരാതന ക്ഷേത്രത്തിന്റെ ജീർണത പൂർണ്ണമാകുന്നത് പോലെ. ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. തിരുമുറ്റം അങ്ങനെ പറയാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. ചുറ്റും ഇരുമ്പ് വേര് കെട്ടി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സ്മാരകം, ഒരു ക്ഷേത്ര സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ. വിജനമായ അന്തരീക്ഷം, ഒറ്റ മനുഷ്യജീവിയെയും കാണാനില്ല. ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും ക്യാമറമായി പതുക്കെ ശ്രദ്ധിച്ചു നടന്നു. ജൈനക്ഷേത്ര നിർമ്മിതിയിൽ ചില പ്രത്യേകതകൾ സാധാരണ കാണാറുള്ളതാണ്. ഉയർന്ന പ്ലാറ്റ്ഫോമിൽ 3 ഘടനകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക. ആദ്യമായി കടന്നു ചെല്ലുന്നത് മുഖമണ്ഡപം, അത് കഴിഞ്ഞാൽ മഹാമണ്ഡപം, ഏറ്റവും അകത്തായി വലിപ്പം കുറഞ്ഞ ശ്രീകോവിൽ. ക്ഷേത്രത്തിന്റെ മുകൾ തട്ടിൽ താങ്ങിനായി ശക്തിയായ തൂണുകൾ ഉണ്ടായിരിക്കും. ജൈനക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം ഈ ക്ഷേത്രത്തിൽ പ്രത്യേകമായി കാണാനേയില്ല. അവിടെവിടെയായി കരിങ്കല്ലിൽ തീർത്ത സ്തൂപങ്ങളും കരിങ്കൽ പാളികളും അലക്ഷ്യമായി കുന്നുകൂടിയിട്ടിരിക്കുന്നു. ഒരുപക്ഷെ കരിങ്കൽ പാളികൾക്കിടയിൽ കാണുമായിരിക്കാം. സാധാരണ മുഖമണ്ഡപത്തേക്കുള്ള പടവുകളിൽ സോപാനം എന്ന് വിളിക്കുന്ന കൊത്തിയെടുത്തിട്ടുള്ള പടികൾ കാണും. ഒരുപക്ഷെ ഇവിടെ ഈ കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കൽ പാളികൾക്കിടയിൽ കാണുന്ന കൊത്തുപണികളുള്ള സ്തൂപങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. ഹിന്ദു ക്ഷേത്രത്തിലെ പോലെ മുഖമണ്ഡപം കഴിഞ്ഞു ചെല്ലുന്ന മഹാമണ്ഡപത്തിന് 4 തൂണുകൾ ഉണ്ടായിരിക്കും. ഈ തൂണുകൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് താമര, പാമ്പുകൾ, ഹംസം എന്നിവ ജൈന പൈതൃകത്തിന്റെ ഭാഗങ്ങളാണ്. ഇവ ഈ തൂണുകളിൽ ഒരു പ്രത്യേക രീതിയിൽ കൊത്തിവെച്ചിരിക്കും. നാഗരൂപം കൊത്തിവെക്കുന്നത് ദൃഢമായ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിന് ധർമ്മേന്ദ്ര ഭണ്ഡനം എന്ന് പറയപ്പെടുന്നു. അതെന്താണെന്നോ, തൂണുകളുടെ കൊത്തുപണികൾക്കിടയിൽ ചുരുണ്ട പാമ്പിനെ കൊത്തിവെച്ചിരിക്കും. ഓവർലാപ്പോ തെറ്റോ ഇല്ലാതെ ഒരാൾക്ക് പാമ്പിനെ തല മുതൽ വാല് വരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ വ്യക്തി ഭാഗ്യമുള്ളവനും അയാളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകും എന്നത്രേ വിശ്വാസം.
എന്നാൽ അത്ര പെട്ടെന്ന് ആർക്കും ഈ പാമ്പിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വൈദഗ്ധ്യത്തോടെയാണ് കൊത്തുപണി ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ആ ശില്പിയുടെ കരവിരുതിന്റെ അംഗീകാരവും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഞാൻ ശ്രമം ആരംഭിച്ചു. ഇവിടെ കാണുന്ന കരിങ്കൽ സ്തൂപങ്ങളിൽ വിവിധ ദേവന്മാരുടെയും തീർത്ഥങ്കരന്മാരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. കാലപ്പഴക്കത്തിന്റെ ജീർണത സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഗതകാല പ്രവടി വിളിച്ചോതുന്ന ചൈതന്യം എനിക്കതിൽ ദർശിക്കാനായി. ഞാൻ ക്ഷേത്രത്തിന് ഒരു വലം വെച്ച് ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് വേലിയോട് ചേർന്ന് ചെടികൾ പൂക്കൾ വിരിയിച്ച് തലയാട്ടി നിൽക്കുന്നു. ഇതൊക്കെ കാണുന്നില്ലേ, പോയി വരൂ എന്ന മട്ടിൽ. ജൈനമതത്തിലെ ആത്മീയ നേതാക്കളെ തീർത്ഥങ്കരന്മാർ എന്നത്രേ വിളിക്കുന്നത്. അങ്ങനെയുള്ള 24 തീർത്ഥങ്കരന്മാരുടെ ജീവിതവുമായി കഥകളുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്നു ജൈനമതം. ആചാരത്തിലും അനുഷ്ഠാനത്തിലും സംസ്കൃതിയിലും എല്ലാം കൃത്യമായ നിഷ്ഠകൾ പാലിച്ചു വന്നിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ജൈനമത അനുയായികൾ. ചരിത്രാന്വേഷകർക്ക് പാഠപുസ്തകമാണ് വയനാട്ടിലെ കല്ലമ്പലങ്ങളും ജൈന ബസ്തികളും. സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കല്ലമ്പലങ്ങൾ. വിജയനഗര രാജവംശത്തിന്റെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള കരിങ്കല്ല് കൊണ്ടാണ് ക്ഷേത്രങ്ങൾ ആകെ നിർമ്മിക്കുക. അതുകൊണ്ടാണ് വിജയനഗര ശൈലിയിലുള്ള ക്ഷേത്ര നിർമ്മാണം എന്ന് പറയപ്പെടുന്നത്. വാസ്തുശില്പകലയിൽ ഏറ്റവും മികച്ചതെന്ന് കണക്കാക്കുന്ന ബത്തേരിയിലെ ജൈനക്ഷേത്രവും ഈ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വയനാട്ടിൽ കടന്നുവന്ന് പ്രഭാപൂർണമായ ജീവിതം കാഴ്ചവെച്ച ജൈനമതക്കാർക്ക് 18ാം നൂറ്റാണ്ടോടുകൂടി ക്ഷയം സംഭവിച്ചു തുടങ്ങി എന്ന് പറയണം. മതപരമായ ആചാരം കുറയാൻ കാരണം പലതാണ്. വിവിധ രാജവംശങ്ങളിൽ നിന്നുള്ള ആക്രമണം, നശീകരണ പ്രവർത്തനങ്ങൾ, ഹിന്ദുമതത്തിന്റെ ഉദയമൊക്കെ ജൈനമതത്തെ ക്ഷയിപ്പിച്ചു. എന്നാലും 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തോടെ ക്ഷേത്രങ്ങളെല്ലാം ടിപ്പു സുൽത്താന്റെ സൈന്യങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സങ്കേതവും ആയുധപ്പുരയും ഒളിത്താവളവുമായി മാറ്റി. അങ്ങനെയാണ് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന നാമമാറ്റമുണ്ടായത്. ഇംഗ്ലീഷുകാർ പിന്നീട് ഈ സ്ഥലത്തെ സുൽത്താൻസ് ബാറ്ററി എന്ന് വിളിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം കൃഷിയിലും സംസ്കാരത്തിലും ആചാരങ്ങളിലുമൊക്കെ ഔന്നത്യം പുലർത്തി വന്നിരുന്ന ഒരു ജനവിഭാഗം ഒന്നുമല്ലാതായി തീരുന്നത് കാലം നിസ്സംഗതയോടെ നോക്കി നിന്നിരിക്കണം. മനസ്സിൽ തോന്നിയ നേരിയ വിങ്ങലിനെ മറക്കാൻ ശ്രമിച്ചു ഞാൻ. ഇവിടെ പൂജാകർമ്മങ്ങളൊന്നും ചെയ്യുന്നതായി തോന്നില്ല. അതാ അവിടെ ഒരു തകര ഷീറ്റ് കൊണ്ടൊരു കുടിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന്റെ സൂക്ഷിപ്പുകാർ ഉണ്ടാകുമോ, അവർക്ക് വേണ്ടിയുള്ളതാകുമോ ഈ കുടിൽ എന്നറിയില്ല. ആരോട് ചോദിക്കാൻ? ആരുമില്ലല്ലോ. വാതിലുകളില്ലാത്ത ക്ഷേത്രം. ആർക്കും എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ അകത്തേക്ക് നോക്കി. കുറ്റാക്കുറ്റിരട്ട്, ഒന്നും കാണാൻ വയ്യ. അകത്തോട്ട് കടക്കണോ? ഒന്ന് ശങ്കിച്ചു. ജനവാസമില്ലാത്ത സ്ഥലം, വനമേഖല. വല്ല ഇഴജന്തുക്കൾ, പാമ്പുകളോ സർപ്പങ്ങളോ അവിടെ സ്വസ്ഥമായി വസിക്കുകയാണെങ്കിലോ? ഭയം എന്നെ വല്ലാതെ ഗ്രസിച്ചു തുടങ്ങി. എന്നാലും അകത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനുള്ള മോഹം കലശലായപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. പാദങ്ങൾ ശക്തിയായി തറയിൽ ചവിട്ടി ഉരച്ച് ശബ്ദമുണ്ടാക്കിയാണ് ഞാൻ മുന്നോട്ട് നടന്നത്. അങ്ങനെ നടന്നാൽ ഇഴജന്തുക്കൾ ഓടിമറയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ ഉള്ളു രക്ഷാമാർഗം. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന മേൽത്തട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കരിങ്കല്ലിന്റെ പാളികൾ ചേർത്ത് വെച്ച് നിർമ്മിച്ചതാണ് മേൽത്തട്ട്. വിടവുകളിൽ കൂടി വെള്ളം ചോർന്നൊലിച്ച് വികൃതമായ ചുവരുകൾ. ഞാൻ പതുക്കെ മുന്നോട്ട് നടന്നു. കരിങ്കല്ലിന്റെ ഭീമാകാരമായ തൂണുകൾ, അവയിൽ കൊത്തുവെച്ചിട്ടുള്ള ദേവശില്പങ്ങൾ. ദാ ആ കാണുന്നതാണ് ശ്രീകോവിൽ. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം. ഉള്ളൊന്ന് കാളി. ശ്രീകോവിലിന്റെ മുമ്പിലായി ദ്വാരപാലകന്റെ ശില്പം. അത് ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്തു. ഞാൻ ക്യാമറ കണ്ണ് ഇടത്തേക്ക് തിരിച്ചു. ഇരുട്ട് കയറിക്കിടക്കുന്ന ഇവിടത്തെ ചുവരിൽ അവ്യക്തമായൊരു രൂപം, ഒരു ഭീമാകാര ശില്പമാണെന്ന് മനസ്സിലായപ്പോൾ എന്റെ ശ്വാസം നേരെ വീണു. ഇരുൾ മൂടിയ ചിത്രമായതിനാൽ വലിയ ഭംഗി തോന്നിയില്ല. ഞാൻ ആ ചിത്രത്തെയും ക്യാമറയിൽ പകർത്തി.
കരിങ്കല്ലിന്റെ ബീമുകളെ താങ്ങി നിർത്തിയിരിക്കുന്ന കരിങ്കൽ തൂണുകൾ, ബീമുകളുടെ മുകളിലായി നിരത്തിയിരിക്കുന്ന കരിങ്കൽ പാളികൾ. പണ്ടുകാലത്തെ നിർമ്മാണ ശൈലി അപാരം തന്നെ. ഇത്രയും ഭാരമുള്ള ഈ കരിങ്കൽ ബീമുകളും പാളികളും യന്ത്രസഹായമില്ലാതെ പ്രാചീന കാലത്ത് എങ്ങനെ മുകളിൽ കയറ്റി? അതിശയം തന്നെ. പതുക്കെ ക്യാമറ വലതു ഭാഗത്തേക്ക് ഞാൻ തിരിച്ചു. ഇതാ ഇവിടെയും ഇരുട്ടത്ത് കാണുന്നു മറ്റൊരു വലിയ ശില്പം. അധിക നേരം അവിടെ നിൽക്കാൻ മനസ്സനുവദിച്ചില്ല. ചെറിയ ഭയം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. ക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം എപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് അറിയില്ലല്ലോ. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം ആയിരിക്കണം ഇടിഞ്ഞു വീണ് കുറേ കരിങ്കൽ കഷ്ണമായി ചിതറിക്കിടക്കുന്ന ദയനീയമായ കാഴ്ച കാണാം. ഞാൻ വേഗം പുറത്തേക്കിറങ്ങി. ക്ഷേത്ര വരാന്തയിലെ കരിങ്കൽ തൂണുകളിലെ അതിമോഹനമായ ശില്പവൈദഗ്ധ്യം ഞാൻ ക്യാമറ കണ്ണിനാൽ ഒപ്പിയെടുത്തു. ജീവിത രീതികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും സാംസ്കാരിക തലത്തിലും ഉയർന്ന മൂല്യങ്ങൾ കരുപിടിപ്പിച്ച ജൈനമത വിശ്വാസികളുടെ ഒരു സമൂഹത്തിന്റെ ദൈന്യതയാർന്ന അന്ത്യത്തിന്റെ സാക്ഷ്യപത്രമല്ലേ ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ? അവരുടെ സ്വപ്നയും സംസ്കാരവും വേദനയും വീണുടഞ്ഞ സ്വപ്നങ്ങളുമൊക്കെ ഇവിടെ തളം കെട്ടി നിൽക്കുന്നില്ലേ? നിശ്ചലമായി പ്രകൃതിക്ക് മുൻപിൽ തങ്ങി നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിലും ആരുടെയോ തേങ്ങൽ ബാക്കി നിൽക്കുന്ന പോലെ. പുറത്തേക്കിറങ്ങി ഞാൻ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വട്ടം കൂടി വലം വെച്ചു. ഞാൻ പതിയെ തിരികെ നടന്നു തുടങ്ങി. നേരത്തെ കണ്ട പോലെയല്ല ഈ ചെടികളിലെ പൂവുകളും വേദനയുടെ ഈറനണിഞ്ഞ പോലെ. ക്ഷയിച്ചുപോയൊരു വംശത്തിന്റെ ദുഃഖസ്മരണകൾ അയവിറക്കുന്ന ഈ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ കാവൽക്കാരനാകേണ്ടി വന്നതിലുള്ള വേദനയായിരിക്കാം ഈ പൂച്ചെടികൾക്കും. മനസ്സ് ആകെ അസ്വസ്ഥമായതുപോലെ. ആരോടോ എന്തിനോടോ എന്നറിയാത്ത ഒരു പ്രതിഷേധം, മനസ്സിൽ ഊറിക്കൂടുന്ന ഒരു വേദന, ഒരു വിങ്ങൽ. വേണ്ട, ഒന്നും ഓർക്കണ്ട, തിരികെ പോകേണ്ടതുണ്ട്. മനസ്സിനെ ശാന്തമാക്കാൻ രണ്ടുപേരി കവിത ഞാൻ ചൊല്ലി. ഒച്ച വയ്ക്കാതെ വിതുമ്പും രംഗങ്ങളെ സ്വച്ഛന്തം ഞാൻ ഇരുന്നോട്ടല്പം നേരം. ഒരിക്കൽ എല്ലാ അർത്ഥത്തിലും തലയുയർത്തി നിന്ന ജൈനമത വിശ്വാസികളുടെ പ്രൗഢിയുടെ സാക്ഷ്യപത്രം പോലെ വാസ്തുശില്പികൾ അറക്കല്ലെത്തീർന്ന തൂണുകളും അവയിൽ ഉയർത്തിവെച്ച ബീമുകളും ശിലാപാളികളും ഒക്കെ ചരിത്ര ശേഷിപ്പുകളായി ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഞാൻ തിരികെ നടന്നു. ഫ്രണ്ട്സ്, വരും ദിനങ്ങളിൽ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ കുളിരേകുന്ന ദൃശ്യവിസ്മയ വിശേഷങ്ങളുമായി നിങ്ങൾക്കരികിലേക്ക് എത്തുന്നു ഉടനെ. ബൈ.